മലപ്പുറത്ത് വേങ്ങരയിലെ സർക്കാർ സ്കൂളിനെ കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പരസ്പരം പഴിചാരുകയാണ് അധികൃതർ. സംസ്ഥാന സർക്കാർ AUയെ നിയമിക്കാത്തതുകൊണ്ടാണ് സ്കൂൾ വികസനത്തിന് ആവശ്യമായ തുക ലഭിക്കാത്തതെന്ന് വേങ്ങര ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം സമീറ പറഞ്ഞു. സ്കൂളിലെ ശൗചാലയ നിർമ്മാണത്തിനുൾപ്പെടെ നിരവധി തവണ അപേക്ഷ നൽകിയതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലാത്തതിനാൽ തുക ലഭിച്ചില്ലെന്നും സമീറ വ്യക്തമാക്കി. ഒന്നാമത്തെ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നഞ്ച ആണ്, അതായത് പാടമാണ്, പക്ക പാടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് നമുക്ക് ഒരു ചെറിയ സംവിധാനത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റൂല. ഒരു എയ്ക്ക് തന്നെ 2-3 സ്ഥാപനങ്ങളുടെ ചാർജാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ പഞ്ചായത്തിലെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെച്ച ഫണ്ട് പോലും നമുക്ക് ചിലവഴിക്കാൻ സാധിക്കാതിരുന്നത്. PHSന്റെ പുതിയ കെട്ടിടത്തിൽ 2 ടോയ്ലറ്റ് ഉണ്ട്. അതിൽ പ്ലംബിംഗ് വർക്കുകളും ഇലക്ട്രിക് വർക്കുകളും തീർന്നാൽ മാത്രമേ അത് ഉപയോഗ്യമാകുകയുള്ളൂ. കാരണം ആ 2 വർക്കുകളും ഇപ്പോൾ ഇലക്ട്രിക്കൽ വിങ്ങിലെ വന്ന് എസ്റ്റിമേഷനൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞാലേ അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ 15 ലക്ഷം ടോയ്ലറ്റ് ബ്ലോക്കിന് വെച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് ആണ്, 5 സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലിനേക്കാളും മുകളിലാണെന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ഒരു അവസ്ഥാ പഠനം നടത്തിയിട്ട് എങ്കിലും ഇത്ര ശതമാനമെങ്കിലും ഹൈടെക് ആയെന്നെങ്കിലും പറയാനുള്ളൊരു സാമാന്യ ബോധമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബർ, ഈ 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതവിടെ ട്രഷറിയിൽ കിടന്നാൽ ഈ കുട്ടികൾക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. ഈ പരസ്പരം പഴിചാരി ഇരിക്കുന്നതോടൊപ്പം ഈ കുട്ടികളുടെ ഈ ടോയ്ലറ്റിൻ്റെ ശോച്യമായ അവസ്ഥ, വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ, എന്താണ് ഇവർ പരസ്പരം പഴിചാരുന്നത്? ആർക്കും ഇതിനകത്ത് ഒരു താല്പര്യമില്ലേ വേങ്ങരയിൽ? തീർച്ചയായും അരുൺകുമാർ, അത്തരമൊരു പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും നടത്തുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് MLA അനുകൂലിച്ചുകൊണ്ട് MLA കൃത്യമായ ഇടപെടൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് വേങ്ങര ഡിവിഷൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സമീറ വ്യക്തമാക്കുന്നത്. തുടർച്ചയായി വേങ്ങര MLA കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി ഈ ഒരു വിദ്യാലയത്തിന്റെ കെട്ടിടങ്ങൾ ആ നിലയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നുൾപ്പെടെ പല ഘട്ടങ്ങളിൽ തുക അനുവദിച്ചതാണ്. പിന്നീട് പല ഘട്ടങ്ങളിലാണ് ഈ സ്കൂളിന്റെ ശോചനീയാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനോട് തുക ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായും 15 ലക്ഷത്തോളം രൂപ ഈ ഒരു സ്കൂളിന്റെ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചതാണ്. എന്നാൽ ഈ ഒരു വേങ്ങര മേഖലയിൽ ഇത്തരത്തിൽ AEO ഓഫീസറെ നിയമിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു തുക പാസ്സാകാത്തത്. അതിന്റെ ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയായിട്ടും നിരവധി തവണ ആ ഒരു ഘട്ടങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടും തുക പാസ്സാക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന ഒരു ആരോപണമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം നടത്തുന്നത്. സംസ്ഥാന സർക്കാർ ഈ ഒരു സംസ്ഥാനത്തെ സർക്കാർ സ്കൂൾ കലാലയങ്ങളൊക്കെ തന്നെ ഹൈടെക് ആണ്, അതുപോലെ തന്നെ വലിയ സംവിധാനങ്ങളൊക്കെ തന്നെ സ്കൂളുകളുണ്ടെന്ന് പറയുമ്പോഴും ഒരവസ്ഥാ പഠനം നടത്തണം. സ്വാഭാവികമായും വേങ്ങരയിൽ എത്തുന്ന ഘട്ടത്തെ ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെയൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെയുള്ള സ്കൂളുകളുടെ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ അവിടെ ഉയരുന്നത്. ഒരു ഭാഗത്തെ MLA വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഭരണപക്ഷവും രംഗത്ത് വരുന്നത്. തുടർച്ചയായി ഈ സ്കൂളുമായി ബന്ധപ്പെട്ട തുകയൊക്കെ തന്നെ പാസ്സാക്കിയിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ അവിടെയുള്ള MLAക്ക് സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണം ഭരണപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളെയാണ് ഇത് ആത്യന്തികമായി ബാധിക്കുന്നതെന്ന് ഇവരൊന്നും തന്നെ തിരിച്ചറിയുന്നില്ല എന്നൊരു വിമർശനമാണ് വേങ്ങരയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി ജില്ലാ ഡിവിഷൻ ചെയ്തില്ലെങ്കിലും ഇനി MLA ചെയ്തില്ലെങ്കിലും സർക്കാർ ചെയ്തില്ലെങ്കിലും അവർക്ക് ടോയ്ലറ്റിൽ പോയി കാര്യം സാധിക്കണം. അതിന് നല്ല ടോയ്ലറ്റ് വേണം. അത്രമാത്രമാണ് ആ കുട്ടികൾക്ക് വേണ്ടത്. അത് ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട MLAക്ക് ഉത്തരവാദിത്വമുണ്ട്, ജില്ലാ ഡിവിഷനിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പരസ്പരം പഴിചാരി രക്ഷപ്പെടാമെന്ന് കരുതരുത്. വേങ്ങര മോഡൽ എന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. എന്നാലും ഈ വിഷയം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. MLA ഇടപെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.